ഇമാം നബവി തങ്ങൾ മുശ്രിക്കാണോ? നിങ്ങൾക്ക് ശിർക്ക് പറഞ്ഞു നടക്കുക. ലോകത്തുള്ള സർവ്വാളുകൾ മുശ്രിക്ക്, നിങ്ങളോട് 5-10 ആള് സ്വർഗത്തിൽ. അത് നടക്കൂല. ജനങ്ങൾ പഠിക്കട്ടെ. അൽഹംദുലില്ലാ. ഇവിടെ ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞപ്പോൾ അതിനെ തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഏത് തരത്തിലുള്ള ഇസ്തിഗാസയാണ് ശിർക്കെന്ന് സൽമാൻ പറഞ്ഞപ്പോൾ അതിനെ തൊടാൻ കഴിഞ്ഞില്ല. ഫമൻ ഇസ്തിആസ ബിഗൈരില്ലാഹി അലാ വജ്ഹി തഖ്ലീസ് മിനശ്ശുറൂരി അല്ലതി ലാ യദ്ഫഉഹാ ഇല്ലാ അല്ലാമുൽ ഗുയൂബ് ഫഹുവ ബിമൻ ഇസ്തിആസ ബിഹി മുശ്രികുൻ. എന്താണ് ഇവിടെ പറയുന്നത്? സുഹൈൽ പറയുന്ന അറിയോ? ഇവിടെ സൃഷ്ടികൾക്ക് കഴിവിനതീതമായ എന്ന നിലക്ക് ഇസ്തിഗാസ നടത്തിയാൽ ആ ഇസ്തിഗാസയാണ് ശിർക്ക് എന്ന് വ്യക്തമായി തന്നെ സുഹൈൽ റഹിമഹുല്ലാഹ് പറയുന്നു. ആ അർത്ഥത്തിൽ അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് എന്ത് ചെയ്തിട്ടില്ല? യാ ഇബാദല്ലാഹ് അഈസൂനി എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ശിർക്കല്ല. അഭൗതികമായ തരത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല. അതുകൊണ്ട് ശിർക്കില്ല. അതുപോലെ തന്നെ ഇമാം നബി റഹിമഹുല്ലാഹ് ആ തരത്തിലുള്ള ഇസ്തിഗാസ നടത്തിയിട്ടില്ല. വാദം അഭൗതികമായ മാർഗത്തിലൂടെയുള്ള സഹായത്തേട്ടമാണ്, അഥവാ കാര്യകാലബന്ധത്തിന് അതീതമായിട്ടുള്ള സഹായത്തേട്ടം. ആ തരത്തിലുള്ള സഹായത്തേട്ടം ആരും നടത്തിയിട്ടില്ല. ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ് നടത്തിയിട്ടില്ല. ഇമാം നവവി റഹിമഹുല്ലാഹ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ മുശ്രിക്കീങ്ങളല്ല. പക്ഷേ നിങ്ങൾ മുശ്രിക്കീങ്ങളാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്. കാരണം നിങ്ങളുടെ വിശ്വാസം എന്താണ്? നിങ്ങളുടെ വിശ്വാസം ഈ നിൽക്കുന്ന ഞങ്ങളും എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടുകൊണ്ടിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസമാണ്. ആ തരത്തിലുള്ള വിശ്വാസം അഹ്മദ് ഹംബൽ റഹിമഹുല്ല, ആ തരത്തിലുള്ള വിശ്വാസം ഇമാം നവവി റഹിമഹുല്ല, ആ തരത്തിലുള്ള വിശ്വാസം മുസ്ലിം സമൂഹത്തിൽ ഒറ്റ പണ്ഡിതനും ഇല്ല. പിന്നെ ഇവിടെ ഉദ്ദേശിച്ച ആരുടെ ഇജ്മാണ്? ഇബ്നു റഹിമഹുല്ലാഹ് പറഞ്ഞ ഇജ്മാ ഇമാം തഖിയുദ്ദീൻ റസുബിക്കിയുടെ ഉസ്താദായ ജസരി അംഗീകരിക്കുന്നു. നിങ്ങൾ ഇമാം ഇബ്നു റഹിമഹുല്ലാഹ് കാഫിറാക്കാൻ കൊണ്ടുവരുന്നുണ്ടല്ലോ തൂഫീനെ. ആ തൂഫിയുടെ കിതാബിലാണ് പറയുന്നത്. ഇമാം ജസരി റഹിമഹുല്ലാഹ് പറയുന്നു ആ ഇജ്മാ ഞങ്ങൾ അംഗീകരിക്കുന്നു. തൊടാൻ ധൈര്യമുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് തൊടാൻ ധൈര്യമില്ല. അതുകൊണ്ട് പറയാനുള്ളത് സഹോദരന്മാരെ, ഇവിടെ ഖത്താബ് റളിയല്ലാഹു അൻഹു നിന്നും പറയുന്നു എന്താണ് സൃഷ്ടി കഴിവിനതീതമായ തരത്തിലുള്ള ഇസ്തിഗാസ, അത് വ്യക്തമായി തന്നെ ശിർക്കാണ്. ഇമാം ഖത്താബ് റളിയല്ലാഹു പറയുന്നു ലാ യുസ്തആദ് ബിഗൈരില്ലാഹി ഔ സിഫാത്തിഹി, അല്ലാഹുവിന് പുറമെ ഒരു സൃഷ്ടിയോടും ഇസ്തിആദ നടത്താൻ പാടില്ല. എന്ത് നിലയ്ക്ക്? ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹു തആലക്ക് മാത്രം കഴിയാവുന്ന കാര്യങ്ങൾ, സൃഷ്ടികൾക്ക് അല്ലാഹു തആല കൊടുക്കാത്ത കാര്യങ്ങളിൽ ഒരിക്കലും തന്നെ ഇസ്തിആദ നടത്താൻ പാടില്ല. എന്നിട്ട് തന്നെ അദ്ദേഹം പറയുന്നു വൽ ഇസ്തിആദു ബിൽ മഖ്ലൂഖി, കേട്ടോ, വൽ ഇസ്തിആദു ബിൽ മഖ്ലൂഖി മഖ്ലൂഖ് ശിർകുൻ മുനാഫിൻ ലിത്തൗഹീദിൽ ഖാലിഖി ലിമാ ഫീഹി മിൻ തഅതി മുആമലതി തആല വാജിബതി ലഹു അലാ അബീദിഹി. വ്യക്തമായി തന്നെ ഈ രീതിയിൽ അല്ലാഹു തആലക്ക് മാത്രം നൽകേണ്ട ഇസ്തിഗാസ, അഥവാ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അത് അല്ലാഹു അല്ലാഹു തആലയോട് നടത്തിയാൽ ശിർക്കാണ്. അത്തരത്തിലുള്ള ഇസ്തിഗാസ പാടില്ല. ഖത്താബി അതുപോലെ അത്തരത്തിലുള്ള ഇസ്തിഗാസ പാടില്ല. ഇമാം അഹ്മദ് അതുപോലെ അത്തരത്തിലുള്ള ഇസ്തിഗാസ പാടില്ല. ഇൻഷാ അല്ലാഹ് കിതാബിൽ ഇനിയും വരും. അതുകൊണ്ട് ഇവിടെ ചർച്ച എന്താണ്? ചർച്ച അഭൗതികമായ തരത്തിലുള്ള സഹായത്തേട്ടാണ്. അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം അല്ല ഇമാം നബി റഹ്മത്തുള്ളാഹി നടത്തിയത്. അഭൗതികമായ തരത്തിലുള്ള സഹായത്തേട്ടം അല്ല ഇമാം അഹ്മദ്